ഒരു റാഹത്ത് കിട്ടണ്ടേ? ഭർത്താവുമായിട്ടൊരു സംസാരവും ഒരു സല്ലാപവും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിനാദ്യം അവളുമായിട്ട് പോയി സംസാരിക്കണം, അവളുമായിട്ട് പോയിട്ട് സല്ലപിക്കണം, അവളുമായി ചുംബിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് സംസാരിക്കണം. അപ്പൊ അല്ലാഹു റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയെ വിട്ടിട്ട് പള്ളിയിൽ പോയിട്ട് ഇബാദത്ത് എടുക്കലല്ല വേണ്ടത്. നിന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഭാര്യയെ നീ സഹായിക്കണം, ഭാര്യയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവളെ നീ തൃപ്തിപ്പെടുത്തലാണ് മസ്ജിദുൻ നബവിയിൽ വന്ന് നീ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ചില ആളുകൾ അങ്ങ് മക്കയിലോട്ട് പോകും, കാബയിലോട്ട് വേറെ ഒറ്റ പോക്ക, മക്ക മദീന മക്ക മദീന മക്ക മദീന. പെണ്ണും പിള്ള അടുത്ത് വന്നിട്ട് 3 വർഷമായി 4 വർഷമായി. ഇയാള് ഭയങ്കര തഖ്വയിൽ തൗബ കൊടുത്ത് കൈയിട്ടോണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്ക സൂക്ഷിച്ചോ, 1 മണിക്കൂർ നിന്റെ പെണ്ണും പിള്ള അടുത്തിരിക്കലാണ് എന്റെ പള്ളിയിൽ വന്ന് നീ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. പറ്റുമോ? അന്നിരിക്കണം, പോയിരുന്ന് കാര്യങ്ങൾ അവൾക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ ഭാര്യയും ഭർത്താവൊക്കെ അടുത്തിരുന്ന് സംസാരിക്കും. എന്ത് റാഹത്ത, എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്താ പറയാൻ, 50 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എന്താ പറയാൻ, എന്നാ പിന്നെ പുതിയ ഒരെണ്ണത്തിനെ കെട്ടിയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അല്ലാണ്ട് പഴയതിനോട് ഇപ്പൊ എന്തോ പറയാനാ. എന്നാലും കാണും, ഓൾഡ് ഈസ് ഗോൾഡ് ആണ് അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ കളയാൻ പറ്റും? പുതിയത് വരുമ്പോഴേ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെയൊക്കെ സല്ലപിച്ച് വഴക്കൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. 2-3 ദിവസമൊക്കെ വഴക്കൊക്കെ ഉണ്ടായിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇച്ചിരി ഹലുവായൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു മസാല ദോശയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. ചുമ്മാ വെറും കൈയോടെ കയറി പോകാൻ പാടില്ല, അതൊരു പന്ന പരിപാടിയാണ് സംഭവം. അങ്ങനെ പോകാം, വെറും കൈയോടെ കയറി ഒരിക്കലും പോകും. അപ്പോൾ ആ മസാല ദോശയിൽ അവളങ്ങ് വീഴും. ചിലവളുമാർക്ക് നെയ്റോസ്റ്റായിരിക്കും ഇഷ്ടം, എന്നാൽ അത് തന്നെ വാങ്ങിക്കൊണ്ട് പോകണം. അതിലവളങ്ങ് വീഴും, ഉറപ്പാണ് സംഭവം. അല്ല, ചുമ്മാ വെറും കൈയോടെ പെണ്ണുങ്ങളെ കാണാൻ പോകരുത്, അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് സാധനം വാങ്ങിച്ചു കൊടുക്കണം, അത് റാഹത്തായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ദീനാറുൻ അൻഫഖഹു അലാ ഇയാലിഹി അഫ്ളലുഹു മിനൻ നഫഖത്തി ഫീ സബീലില്ലാഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്യുന്ന സദഖയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ നീ നിന്റെ ഭാര്യയ്ക്ക് ചെയ്യുന്ന സദഖയാണ്. അത് ചെയ്യാത്ത കൊണ്ടല്ലേ അവൾ മോഷ്ടിക്കുന്നത്? മനസ്സിലായില്ലേ? സരിഖത്ത് എന്ന് പറഞ്ഞ വെറുതെ അല്ല, അത് മോഷ്ടിക്കുന്നത് നീ അവൾക്ക് വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് അവൾ മോഷ്ടിക്കുന്നത്. നീ അവൾക്ക് കൊടുക്കേണ്ട ശാരീരികമായ ബന്ധം അവൾക്ക് തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ് അവൾ ഹറാമായ ഒരു ബന്ധത്തിലേക്ക്, സിനായിലേക്ക് പോകുന്നത്. അതിന്റെ കാരണക്കാരൻ നീയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൈറായ ഒരു കാര്യം തന്റെ ഭാര്യയോ തന്റെ ഭർത്താവോ ആവശ്യപ്പെട്ടാൽ അത് നിറവേറ്റി കൊടുക്കുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. ലാ യുമിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസിയാവൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ടാണ് മദീന പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരുന്നാലും ശരി, ഭാര്യയുടെ ഹക്ക് നിറവേറ്റാതെ പോയിരുന്നാൽ അതുകൊണ്ടൊരു പുണ്യവും ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇവൾ വ്യഭിചരിക്കാനുള്ള കാരണം നീയാണ് ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരന്യ പുരുഷനെയും വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും വീട്ടിൽ പണിയുണ്ടെങ്കിൽ മാമായെ വിളിക്കണം, അമ്മോസിനെ വിളിക്കണം, മറ്റാരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മെഹറമായ നമുക്ക് വിവാഹം കൊണ്ട് നിഷിദ്ധമാക്കപ്പെട്ട ആണുങ്ങളെ ആരെങ്കിലും വിളിച്ചു നിർത്തിയിട്ട് വേണം പണിയെടുപ്പിക്കാൻ. അതല്ലാതെ കണ്ട് നമ്മൾ പെണ്ണ് മാത്രം ഒറ്റയ്ക്ക് കുട്ടികൾ സ്കൂളിൽ പോകും, പണിക്കാരനെ നമ്മൾ വീട്ടിൽ വിളിച്ചിരുത്തി പണിയിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ വെള്ളം ചോദിച്ച് പല പ്രാവശ്യം താത്താടുത്ത് വരും, പല പ്രാവശ്യം വെള്ളം വേണമെന്ന് പറയും, അല്ലെങ്കിൽ ചായ വേണമെന്ന് പറയും, ഇച്ചിരി കട്ടൻ ചായ ഇട്ട് തരാമെന്ന് പറയും. അങ്ങനെ ബന്ധങ്ങളായി പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ശ്രമിക്കണം. അതിന് അന്യ പുരുഷൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ജോലിക്ക് വന്നാൽ നമ്മുടെ മഹറമായ കുടുംബത്തിലെ ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിൽ അവിടെ നിർത്തണം. ഇല്ലെങ്കിൽ നീ അയൽപക്കത്തോ അടുത്ത വീട്ടിലോ പോയി നിൽക്കണം. അതാണ് അതിന്റെ രീതി, ഇസ്ലാമിക ശൈലി അതാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വസാലിദുഹുമ ശൈത്താൻ. ഒരു പെണ്ണ് അന്യ പുരുഷനോടൊപ്പം ഒറ്റയ്ക്കിരിക്കരുത്, മൂന്നാമനായ ഒരു പിശാച് അവിടെ ഓടിയെത്തും. ഔ കമാ ഖാല റസൂലുള്ളാഹി ഇദാ ഹർബത്തിൽ മർഅതു മിൻ ബൈതിഹാ. ഒരു പെണ്ണ് ബിഗൈരി ഇദ്നി സൗജിഹാ ലഅനതഹൽ മലായിക ഹത്താ തർജിഅ ഇലാ ബൈതിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ അവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, കോപമാണ്. റഹ്മ
റഹ്മത്തിന്റെ മലക്കുകൾ പോലും അവളെ ശപിച്ചു കൊണ്ടിരിക്കുമത്രേ. ഹത്താ തർജിഅ, അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും അവരോട് ഉപദേശിക്കുകയാണ്, ലാ തുഖ്ബലു സലാത്തുൻ, ഒരു പെണ്ണിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ തദ്ഉ ലി സൗജിഹാ, അവൾ തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാത്ത സമയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം, ആ നമസ്കാരം കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയുടെയും കടമയാ തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങനെ നമസ്കരിച്ചിട്ട് തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാത്തവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹ് ഉണ്ടോ? അത്ര വലിയ ഒരു ഹദീസാ ഇത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ പെണ്ണുങ്ങളെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ നിസ്കരിക്കും, പെട്ടെന്ന് നിസ്കരിക്കും, ഇക്കാക്ക് ചാപ്പാട് എടുക്കണം എന്ന് പറഞ്ഞ് മുസല്ല മടക്കിയിട്ടാ ചാടി എഴുന്നേക്കുന്നത്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, അവിടെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ഭർത്താവിനോട് ദുആ ചെയ്യാതെ എഴുന്നേക്കാൻ പാടില്ല. അങ്ങനെ എഴുന്നേറ്റാൽ ആ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല. ഈ അടുത്ത സമയത്ത് ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, യോ ഉസ്താദിന്റെ പ്രസംഗം ഞങ്ങൾ കേട്ടു, അല്ലാഹുവേ റബ്ബേ ഭയങ്കര റാഹത്തെ പ്രസംഗം, അല്ലാഹു ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഉസ്താദിന്റെ പ്രസംഗം കേട്ട് നന്നായി. എൻ്റെ ഇക്കാക്ക് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഉസ്താദിന് 1/2 മണിക്കൂർ ഞാൻ ദുആ ചെയ്യുമെന്ന്. നല്ല കേസായിട്ട് അല്ലാഹി സത്യം. എങ്ങനെ വിളിച്ച ഈ അടുത്ത സമയത്ത് ബഹ്റൈനിൽ നിന്നൊരു പെണ്ണ് വിളിച്ചേ, എൻ്റെ ഇക്കാക്ക് കൊണ്ട് അല്ലാ. ഞാൻ പറഞ്ഞു, ഇക്ക അറിഞ്ഞിട്ടില്ല. യോ ഇക്ക അറിയാക്കി, ഇക്കായ്ക്ക് അറിയാം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്നേഹിച്ച വലിയ പ്രശ്നമാകുമല്ലോ. ആ സ്നേഹമല്ല ഉസ്താദ, ഈ സ്നേഹം. ആ സ്നേഹമല്ല, ഈ സ്നേഹം സസ്നേഹമല്ല. അപ്പൊ പെണ്ണുങ്ങൾക്കാണ് ചില ഇൽമു കിട്ടിയപ്പോൾ ഖുർആൻ ഓതിയപ്പോൾ ആദ്യം ചില പെണ്ണുങ്ങൾക്കാണ്. എന്നാൽ തന്നെ അതൊരു ശരിയായ ഒരു ശൈലി അല്ലല്ലോ. സ്നേഹം ദുആ ഇറക്കണം. ദുആ വെച്ചില്ല, ഇക്കായ വിട്ടിട്ടുള്ള അവസാനം ദുആ ചെയ്ത് നമ്മുടെ വീട്ടിലെങ്ങാണ് ഓടി വന്ന് നമ്മൾ പിന്നെ എന്താ ചെയ്യാൻ സംഭവം? നമ്മളാകപ്പാറ് കുടുങ്ങി പോകില്ല സംഭവം. അല്ലാഹു മഹബത്തൊക്കെ വേണം. മഹബത്തും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി ദുആ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ടല്ലോ നിസ്കാരത്തിൽ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിസ്കാരത്തിലെ ദുആയാണ്. അല്ലാഹു നിസ്കാരം നിലനിർത്താനും എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. ലോക മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനീൻ വൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നാളെ ഖിയാമത്തിന്റെ വേളയിൽ മഹ്ശറിന്റെ വേളയിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതാണ് ബഹുമാനപ്പെട്ട നബി നമ്മളെ പഠിപ്പിച്ചത്. നിസ്കാരത്തെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ? എല്ലാ മെമ്പറും മെഹ്റാബും. എന്നാലും വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടെന്നല്ല, ചെയ്യണം. അവരുടെയൊക്കെ പാവം പെണ്ണുങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നിഷ്കളങ്കമായ ദുആയാണ്. ആ ദുആ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ പിടിച്ചു നിന്ന് പോകുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നവർക്ക് അല്ലാഹു ഉന്നതമായ കൂലി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഭർത്താക്കന്മാർക്കും ദുആ ചെയ്യണം. ഭർത്താക്കന്മാർക്ക് ദുആ ചെയ്യാതെ കണ്ട് ഏത് പെണ്ണ് നമസ്കരിച്ചാലും അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കയില്ല. അപ്പൊ എത്ര സ്നേഹം വേണം അല്ലേ? ഭർത്താവിനോടുള്ള സ്നേഹം വേണ്ടേ? ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ഷാർജ ജ്യൂസ് കുടിച്ചാലും ഭർത്താവിനോടുള്ള ഹക്ക് നിറവേറ്റിയവളാവുകയില്ല. മനസ്സിലായില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്രയ്ക്ക് ഹക്കാണ് ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള ഹക്ക് എന്ന് പറയുന്നത്. അതാണ് സാല മിൻ മൻഖറൈഹി സദീദുൻ വല്ലാഖിറു ദമുൻ ലസ്യഅത്ഹാ മാ അദ്ദത ഹഖഹു ഔ കമാ ഖala റസൂലുള്ളാഹി. ഒരു മൂക്കിൽ നിന്ന് രക്തം, മറ്റൊരു മൂക്കിൽ നിന്ന് മൂക്കളല്ലേ? മൂക്ക് കട്ടയാ മൂക്കളയാ? മൂക്കള. നമ്മുടെ നാട്ടിലെ നമ്മളെല്ലാം ഒരു നാട്ടുകാരാണല്ലോ. വടക്കോട്ടൊക്കെ പോകുമ്പോൾ വേറെ മോഡലാ പറയാ. അവൻ ഒരു സൈഡിൽ നിന്ന് മൂക്കള, ഒരു സൈഡിൽ നിന്ന് രക്തം. അവൾ അത് പിന്നീട് നക്കിയെടുത്തു, ഉറിഞ്ചിയെടുത്തു. എന്നാൽ പോലും ഒരു ഭർത്താവിനോടുള്ള ഹക്ക് അവൾ നിറവേറ്റിയവളാവുകയില്ല. നബി റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മുടെ മൂക്കള കുടിച്ച ചരിത്രമുണ്ടോ? മൂക്കി കൈയിട്ട അവൾ നമ്മുടെ അടുക്കലേക്ക് വരൂല. എത്രയോ തലാഖിന്റെ കേസ് കേട്ട് എന്താ അയാള് മൂക്കി കൈയിട്ടുകൊണ്ടിരിക്കുക എപ്പോഴും. എൻ്റെ അടുത്ത് മൂക്കള കുടിക്കാൻ പറയുന്നത്. ഞങ്ങൾ മൂക്കള കുടിക്കാൻ പറഞ്ഞിട്ട് എന്താ പറയാ, അത് ഹദീസി വന്നിട്ടുള്ളത്. ഹദീസി വന്നിട്ടെന്ന് പറഞ്ഞ് മൂക്കള കുടിക്കണം. ഇപ്പൊ ഞാനിപ്പോ പോയി, അതിനാണ് എൻ്റെ വാപ്പ എന്നെ കെട്ടിച്ചു കൊടുത്തത്. എന്നെ കൂടെ വടക്കൊന്നുമില്ല അയാൾ. അയാൾ മൂക്കള കുടിക്കാനാണ് ഞാൻ പോയത്. കഷ്ടപ്പെട്ട് 100 രൂപ സ്വർണ്ണവും കൊടുത്ത് മാരുതി കാറും ഇന്നോവ കാറും കൊടുത്തിട്ട് അയാളുടെ മൂക്കള കുടിക്കാൻ. അയാൾ വേറെ ആർക്കും കൊണ്ടുപോയി കൊടുക്കട്ടെ.
നടക്കുവോ? നമ്മുടെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഇന്നൊന്ന് പോയിട്ട് അടുത്ത് വന്ന് മൂക്കൊന്ന് ചൊറിഞ്ഞു നോക്ക്. ഡെറ്റോളിനകത്ത് കൈ കഴുകിയിട്ട് വരാൻ പറയും. ഡെറ്റോളിൽ പോയി കൈയിട്ട് വരാൻ പറയും. ഇവളുടെ അടുത്ത് ഇനി മൂക്കള കുടിക്കാൻ വേണ്ടി പറയുന്ന അല്ല സാധനം തന്നെയാണ്. ഇവിടെ ഷാർജ ജ്യൂസ് കൊണ്ടുവന്നാൽ കുടിക്കത്തില്ല, വലിയ പാടാ, പിന്നെ ഇത് കുടിക്കാൻ പോകുന്നത്. അത് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്താൽ പോലും എന്താവൂല, ഹക്ക് നിറവേറ്റിയവളാവൂല എന്ന്. അപ്പം പിന്നെ എത്ര ചെയ്യേണ്ടി വരും? ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കടമയാണ്. എന്നാൽ അവൾ നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് കുടിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ ചിലപ്പോൾ മൂക്കള കുടിച്ചില്ലെങ്കിലും ആ പനിയൊക്കെ പിടിച്ച് വലിച്ചു കിടക്കുമ്പോൾ അവൾ ഒന്നുമില്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടെങ്കിലും തുടച്ച് കളയുമല്ലോ, കയ്യൊറയൊക്കെ ഇട്ടിട്ടെങ്കിലും അത് തുടച്ചെങ്കിലും കളയുമല്ലോ. ഒലിച്ചൊലിച്ചെങ്കിലും കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെയെങ്കിലും ചെയ്യുന്നില്ലേ? നമുക്കില്ലാത്ത അനർഹമായ എത്രയോ ജോലികളാണ് നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് അള്ളാഹ് അവൾക്ക് വലിയ കൂലിയാണ് ആഖിറത്തിൽ നൽകുന്നത്. ചെറിയ കൂലിയൊന്നുമല്ല, ഭാര്യമാരുടെ കൂലി വലുതാണ്. വലിയ തൗഫീഖ്. എനിക്ക് ഒരുപാട് ഹദീസുകൾ വേറെയുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ ഇത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? പള്ളിയിൽ പോയിരിക്കുന്നതിനേക്കാളും ഭാര്യയുടെ അല്ലെങ്കിൽ ഇരുന്ന ഇത്തിക്കാഫിനേക്കാളും കൂലി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? അവളെടുക്കൽ ഇരുന്നാൽ തന്നെ. അപ്പൊ ഈ നാളെ മുതൽ സുബഹിസ്കരിക്കാതെ അവളത്ത് പോയിരുന്നുള്ളൂ എല്ലാവരും. പള്ളി പോണ്ടല്ലോ, അതൊരു പുതിയ ഹദീസ് കിട്ടിയിട്ടുണ്ട്, ഇനി അതിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. അതിനല്ല അതിൻ്റെ അർത്ഥം അങ്ങനല്ല. നമ്മൾ അവളുമായിട്ട് നല്ല മഹബത്തും ഒരു ടച്ചും ഒരു ബന്ധവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു പ്രത്യേക രസമല്ലപ്പാ. നമ്മുടെ ഭാര്യ അടുത്തൊക്കെ ചുമ്മാ വീട്ടിൽ കട്ടിൽ കുത്തിയിരുന്ന് ചുമ്മാ കാലൊക്കെ ഇച്ചിരി കുഴമ്പിട്ട് തടവി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു റാഹത്താ, ഒരു പ്രത്യേക ഒരു ബർക്കത്താ. അത് ആ ഒരു ആനന്ദം അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മെൻസസിന്റെ സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലയാഴ്ച വെച്ച് കിടക്കുമല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ തലയൊക്കെ ചീവി കൊടുക്കുമല്ലോ. മെൻസസ് സമയമാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് പകുതി വെള്ളം നബിതങ്ങൾ കുടിക്കും. നബിതങ്ങൾ അങ്ങനെ തന്നെ കുടിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ ചില ആളുകൾക്കുണ്ട് വസ്വാസ്. അയാൾ വന്നാൽ അവളുടെ അടുത്ത് പറയും, നീ നിന്റെ വീട്ടിൽ പോയി നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയും. അവൾ വെക്കുന്ന ചോറ് തിന്നൂല, അവൾ വെക്കുന്ന വീട്ടിൽ നമ്മൾ കിടക്കൂല, അവളുള്ള വീട്ടിൽ കിടക്കൂല, ആ ബെഡിൽ കിടക്കൂല, ഒരുമിച്ച് കിടക്കൂല. ഇതെല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്, ശാരീരികമായി കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ തലയിൽ ആ മടി വെച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഋതുമതിയായിരിക്കുമ്പോൾ ഭാര്യമാർ. അതുകൊണ്ട് നമ്മൾ അവളെ അങ്ങനെ അവഗണിക്കാൻ പാടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. അവൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പകുതി നമ്മൾ കഴിക്കണം. അവൾ കുടിച്ച ചായ പകുതി, എന്നാ മച്ച നിങ്ങളിവിടെ കുടിച്ചാൽ എനിക്ക് ഇത്രയും മതി മച്ച എന്ന് പറഞ്ഞാൽ അത് വേറെ ഗ്ലാസ്സിൽ ഒഴിച്ചോട്ടോ, ഞാൻ കുടിച്ചോളാം എന്ന് പറയാം. അതങ്ങോട്ട് കൊണ്ടുവയ്ക്കും, എനിക്കിങ്ങോട്ട് അത് വേറെ ഗ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ട് മിസ്വാക്ക് ആയിഷ എടുത്ത് കൊടുത്ത് കഴുകിയുണ്ട് സൂക്ഷിച്ചു വയ്യെന്ന്. ആയിഷ റളിയല്ലാഹു തആല എന്നെ കഴുകാതെ മിസ്വാക്ക് ചെയ്തു, കഴുകാതെ നബി തങ്ങൾ. എന്നിട്ട് കഴുകിയിട്ട് പിന്നെ കൊണ്ടുവച്ചു. നമ്മൾ രാവിലെ അവളെ അടിച്ചു തീർത്തിട്ട് വല്ല തേക്കിട്ട് പത സലീനോ സോഫൻ ചേർത്തോണ്ട് പോവാ. നിങ്ങൾ വാ കഴിവിട്ടാ മനുഷ്യ പത ചാടുന്നുണ്ടല്ലോ. അപ്പോ ഇവളുടെ അടുത്തെങ്ങാണ് ഈ പതയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രശ്നം നീ ഇത് തേച്ചിട്ട് ഒന്ന് കഴുകി വെച്ചാല് നമ്മൾ തമ്മിൽ വലിയ മഹബത്തല്ലേ? ഇവിടെ എന്താണ് ചലക്കനല്ലേ, എൻ്റെ കുട്ടല്ലേ, നീ ഇതൊന്നും എന്ത് തേച്ച്. അന്ന് പള്ളിയിൽ ലെറ്റർ പോകും, തലാഖിന്റെ ലെറ്റർ. എന്താ സംഭവം? ആള് പല്ല് വെച്ച ബ്രഷ് എനിക്ക് തന്ന് പല്ല് വയ്ക്കാനെന്ന്, എന്തിനാണ് എന്നെ കെട്ടിച്ചേർന്ന്? അതല്ല പ്രശ്നം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ച അങ്ങനെയാണോ? അതാണ് ബന്ധം. ഉമനീര് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സ്നേഹം ബന്ധം കൂടുതലാകും. പണ്ട് നമുക്ക് നമ്മുടെ പെണ്ണുങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു, അന്ന് ചെറുപ്പക്കാരിയായിരുന്നു, അന്ന് ഉമനീര് തമ്മിൽ എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ വയസ്സായി, ഉമനീര് കണ്ടിട്ട് വർഷങ്ങളായി, അതുകൊണ്ടാണ് നമുക്ക് സ്നേഹം ഇല്ലാത്തത്. വല്ലാഹി സത്യം, കറക്റ്റ്. അത് ചെറിയ നമ്മൾ തമാശയായിട്ട് കണക്കാക്കണ്ട. ഇനി നിങ്ങൾ ചുണ്ടായിട്ട് ഉമനീരെടുത്തില്ല എങ്കിലും ആ കുടിക്കുന്ന ഗ്ലാസ്സിൽ പെണ്ണുങ്ങൾ കുടിച്ചിട്ട് ഭാര്യമാർ കുടിച്ചിട്ട് തരുന്ന ഗ്ലാസ്, അതിൽ ഉമനീരിന്റെ അംശം കാണും. നിങ്ങൾ അതുപോലെ വാങ്ങി കുടിക്കുക ഭാര്യമാരുമായിട്ട്. അപ്പൊ ആ ബന്ധം അല്ലാഹ് നിലനിർത്തി തരും. നമുക്കതില്ലാത്തത് കൊണ്ടാണ് ആ ബന്ധം നഷ്ടപ്പെട്ടു പോയത്.